നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, എന്നെ ഒന്ന് രക്ഷിക്കണം. ഇവൻ എന്നെ കൊല്ലും. പ്ലീസ് എന്നെ രക്ഷിക്കണം ഗൗതം. നീ സിനിമയിൽ അഭിനയിക്കാൻ പോയതല്ലേ? ഒക്കെ ചതിയായിരുന്നു. എനിക്ക് തെറ്റുപറ്റി ഗൗതം. ഇവനെന്നെ ടോർച്ചർ ചെയ്യാ. ഇങ്ങോട്ട് വാടി. സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല. തല്ലാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ. തല്ലടാ. എനിക്ക് മാപ്പ് തരണം ഗൗതം. ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖം നിന്റേത്. നിന്നെ കണ്ടതോടെ ഇന്നത്തെ എന്റെ ദിവസം പോയി. ഗൗതം, എന്നോട് ക്ഷമിക്കണം. ഇവന്റെ വാക്ക് വിശ്വസിച്ച് ഹീറോനാവാൻ പോയി. ഗൗതമിനിപ്പം ജീവിക്കാൻ കിട്ടിയ എന്റെ മഹാഭാഗ്യം ഞാൻ തന്നെ നശിപ്പിച്ചു. ആർക്ക് കിട്ടിയ മഹാഭാഗ്യം? നിധിയുടെ ജാതകം തട്ടിയെടുത്തില്ലേ നീ എന്റെ ഭാര്യയാവാൻ ശ്രമിച്ചത്? നിന്നെ പോലൊരു ഫ്രോഡിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എങ്ങനെയാടി ഒരു പെൺകുട്ടിക്ക് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ കഴിയുന്നത്? നിന്നെ പോലെ ഒരുത്തി എന്റെ ജീവിതത്തിലേക്ക് വരാതിരുന്നത് എന്റെ മഹാഭാഗ്യമാ. ആ സ്ഥിതിക്ക് നീ ചെയ്തത് ഒരു സൽക്കർമ്മ. താങ്ക്സ്. യു ആർ വെൽക്കം ബ്രോ. എന്റെ പാറുവിന്റെ പ്രാർത്ഥന കൊണ്ടാ നിന്റെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഇവൻ അവതരിച്ചത്. മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പക്ഷെ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇതൊന്നുമല്ല. എന്റെ പാറു വാങ്ങി തന്ന സ്വർണം മുഴുവൻ നീ കൊണ്ടുപോയിക്കോ. 100 പവന്റെ വില ഈ ഗൗതം വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നീ അതിൽ നിധിയെ പ്രതിയാക്കാൻ ശ്രമിച്ചു. എന്തിന്? നിനക്ക് മറുപടി കാണില്ല എന്ന് എനിക്കറിയാം. കാരണം നിന്റെ മനസ്സിൽ നിന്നെ വളർത്തി 6 വർഷങ്ങളാക്കിയ നിന്റെ അമ്മയുടെ മനസ്സിൽ നിധിയോടുള്ള വെറുപ്പ് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടെങ്കിലും പോ. നീ ചാവുവോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യ്. ഞാനായിട്ട് നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുന്നില്ല. ഗൗതമിന്റെ അടുത്ത് നീ എന്റെ കുറെ കുറ്റം പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? ഒരു പ്രയോജനം ഉണ്ടായില്ല. നാളെ നീ നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനമ്മമാരുടെ മുന്നിൽ ചെന്നാലും അവരുടെ പ്രതികരണം ഇത് തന്നെയായിരിക്കും. നിന്നെയും നിന്റെ കഴിവുകളെയും മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. നീ അത് മനസ്സിലാക്കണം ശിവാനി. നമുക്കിനി നമ്മുടെ ലൈഫ്. നിന്നെ ഞാൻ വലിയൊരു ഹീറോയിനാക്കും. അതിലൊരു സംശയവും വേണ്ട. അമ്മ എന്നെ അന്വേഷിച്ചു എന്ന് യാമിനി പറഞ്ഞു. അന്വേഷിച്ചു? ഇത് പിടിക്കേ. അയ്യോ, എനിക്ക് പാല് വേണ്ടമ്മേ. ഇത് മോക്കല്ല, വസുന്ധരയ്ക്ക് കൊണ്ട് കൊടുക്ക്. ഞാൻ കൊടുത്ത വെള്ളം പോലും കുടിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ആൾക്ക് പാല് കൊടുത്തിട്ട് എന്താ അമ്മേ കാര്യം? അതൊക്കെ അന്നേരത്തെ ദേഷ്യത്തിന് പറയുന്നതാ മോളെ. അല്ലമ്മേ,
ഞാൻ അടുക്കാൻ ശ്രമിക്കും തോറും വസുന്ധരാന്റി എന്നെ കൂടുതൽ അകറ്റാണ്. മോളെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. പക്ഷേ വസുന്ധരയെ തൃപ്തിപ്പെടുത്താതെ ഈ കുടുംബത്തിൽ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാ. നിങ്ങളൊക്കെ ഇങ്ങനെ കരുതുന്നതാ ആന്റിക്ക് വളമാവുന്നത്. ആയിക്കോട്ടെ, എന്നാലും എനിക്ക് വേണ്ടി നീ ഈ പാല് വസുന്ധരയ്ക്ക് കൊണ്ട് കൊടുക്കണം. എല്ലാവരും അവളുടെ മുന്നിൽ താഴ്ന്നു നിൽക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത്. നീയും അങ്ങനെ നിന്ന വസുവിന് സന്തോഷാവും. ഒരു പരിധിക്കപ്പുറം എനിക്ക് താഴാൻ പറ്റില്ലമ്മേ. തെറ്റ് കണ്ട ഞാൻ അതൊക്കെ അറിയാതെ പറഞ്ഞു പോവും. എന്നിട്ടും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ഇതുകൂടി നീ ഒന്ന് പരീക്ഷിക്കേ. ഇത്തവണയും നിന്നോട് വസുന്ധര ദേഷ്യപ്പെട്ട പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കില്ല. ശരി, ഞാൻ കൊടുത്തു നോക്കാം. എന്റെ ദേവി, വസുവിന് ഇവളോടുള്ള ദേഷ്യം മാറ്റിക്കൊടുക്കണേ. ആന്റി, ആന്റി മുറിയിലില്ലാന്ന് തോന്നുന്നല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ വിളിപ്പിച്ചത്. ഗൗതമിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി ദീർഘസുമംഗലി യോഗമുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് താങ്കളും പറഞ്ഞിരുന്നല്ലോ. അതിനെന്താ, അതുപോലൊരു പെൺകുട്ടി തന്നെ കിട്ടിയില്ലേ? നിധിയുടെ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്റെ വീട്ടിലെ ജോലിക്കാർക്ക് പോലും അവളെക്കാളും സ്റ്റാറ്റസ് ഉണ്ട്. അവള് കാരണം ഈശ്വരമംഗലത്തിന്റെ സ്റ്റാറ്റസ് കൂടി ഇല്ലാതാവും. ജാതകദോഷം മാറാൻ വാഴക്കല്യാണം നടത്തിയിട്ട് ആ വാഴ വെട്ടിക്കളയുന്നത് പോലെ ഇവളെയും വെട്ടിക്കളയാമെന്ന് താങ്കളാണ് എന്നോട് പറഞ്ഞത്. അയ്യോ, ബുദ്ധി ഉപദേശിച്ച ഞാനല്ല. വസുന്ധര ചോദിച്ചപ്പോ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ബുദ്ധി ആരുടേതും ആകട്ടെ, ഞാനിപ്പോ ആ വഴിക്കാ ചിന്തിക്കുന്നത്. താങ്കൾ ഗൗതമിന് ചേരുന്ന മറ്റൊരു പെൺകുട്ടിയെ അന്വേഷിക്കണം. പക്ഷെ കേട്ടിടത്തോളം ഈ കുട്ടി അതീവ ബുദ്ധിമതിയാ. അത്ര പെട്ടെന്നൊന്നും ഇവള് ഗൗതമന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. അതിനുള്ള പദ്ധതികള് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവളെ ഞാൻ ഒഴിവാക്കുക തന്നെ ചെയ്യും. അല്ല, എന്ത് പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ഒന്നല്ല, 3 റെഡിയാണ്. പ്ലാൻ എ, അവളുടെ അമ്മ, അമ്മാവൻ, അമ്മായി എന്നിവരോട് സംസാരിച്ച് ഒരു ഡീൽ ഉറപ്പിക്കും. അവർക്കൊരു വലിയ തുക ഓഫർ ചെയ്യും. നിധി സമാധാനമായിട്ട് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ. ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വലായി കൊടുത്താൽ 6 മാസത്തിനകം അത് വാങ്ങിയെടുക്കാം. അതിനവള് സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ പ്ലാൻ ബി നടപ്പിലാക്കാം. എന്താണ് പ്ലാൻ ബി? അവൾക്കും കുടുംബത്തിനെതിരെ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യും. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പാണ് നിശ്ചയിച്ച പെൺകുട്ടി മാറിയത്. അതിനുള്ള എല്ലാ തെളിവുകളും ഹൽദി ഫംഗ്ഷന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ക്രിമിനൽ കേസ് ഫയൽ ചെയ്താൽ അവളും അവളുടെ അമ്മയും അമ്മാവനും അഴിയെണ്ണും. അതുണ്ടാവാതിരിക്കാൻ നിധി ഡിവോഴ്സിന് സമ്മതിക്കും.